ഓണം എക്സാം കഴിഞ്ഞു. ഇനി അടുത്ത ഡിസംബറിൽ എക്സാം വരാനിരിക്കുകയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഫൈനൽ എക്സാം ആണ്. പഠിക്കാനായിട്ട് പ്രത്യേക ലീവോ കാര്യങ്ങളോ ഒന്നുമില്ല. ഉള്ള ടൈം എന്ത് ചെയ്യുക, പഠിക്കാൻ ഉപയോഗിക്കുക. അത് മാത്രമല്ല, നാളെ തുടങ്ങുക എന്നുള്ള കാര്യം ചിന്തിക്കേ വേണ്ട. നാളെ ആയാലും പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പോകുന്നില്ല. കറക്റ്റ് പഠിക്കാനൊരു ടൈം ടേബിൾ സെറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യാം. സ്കൂളിലുള്ള ടൈമിൽ പഠിക്കാൻ വേണ്ടിയുള്ള ടൈം ടേബിൾ സെറ്റ് ചെയ്യുമ്പോൾ നൈറ്റ് എത്ര ടൈമിൽ നിങ്ങൾക്ക് കിട്ടും നോക്കാം. സ്വാഭാവികമായിട്ട് സ്കൂളിലെ ഹോംവർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സമയം എന്ത് ചെയ്യുക, പഠിക്കാൻ ഉപയോഗിക്കാം. കണ്ടിന്യൂസ്ലി പഠിക്കുന്നതിന് പകരം ഒരു 40-50 മിനിറ്റ്സ് പഠിച്ചാൽ പിന്നെ ഒരു 10 മിനിറ്റ്സ് എന്ത് ചെയ്യുക, ഒരു ഫ്രീ ടൈം ആയിട്ട് നോക്കുക. ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും കാര്യം എന്ത് ചെയ്യുക, ചെയ്യാം. ഈ പഠിക്കുമ്പോൾ ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ എന്ത് ചെയ്യാം, പെട്ടെന്ന് രേഖപ്പെടുത്തി വെക്കുക. അതുപോലെ സ്റ്റിക്കി നോട്ട്സ് ഒക്കെ യൂസ് ചെയ്യുക. അങ്ങനെയൊക്കെ ആകുമ്പോൾ ഒന്നുകൂടെ എന്ത് ചെയ്യും, പഠിക്കുന്ന ഒന്നുകൂടി എന്താവും, എഫക്റ്റീവ് ആവും. സോ മോർണിംഗിൽ എണീക്കുന്ന ശീലം കൊണ്ടുവരിക. അങ്ങനെ ആകുമ്പോൾ കൂടുതൽ ടൈം നിങ്ങൾക്ക് കിട്ടുന്ന പോലെ തോന്നും. അങ്ങനെ ടഫുള്ള സബ്ജക്റ്റിന് എന്ത് ചെയ്യുക, കൂടുതൽ ടൈം എടുത്ത് പതിയെ എന്ത് ചെയ്യുക, പഠിച്ചു തുടങ്ങുക.